ഈ ഞായറാഴ്ച നമുക്ക് തരുന്ന സന്ദേശം ഫരീസ്യൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയാണ്. തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്നവരോട്, സ്വയത്തിൽ ആശ്രയിക്കുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. രണ്ടുപേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരീസ്യനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരീസ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ നന്ദി, ഞാൻ അക്രമിയല്ല, നീതിരഹിതനല്ല, വ്യഭിചാരിയല്ല, ഈ ചുങ്കക്കാരനെ പോലുമല്ല, അതുപോലെയുമല്ല. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ദശാംശം കൊടുക്കുന്നു. പക്ഷേ ചുങ്കക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ പാപിയാണ്, കനിയണമേ. സ്വർഗം പറഞ്ഞു, എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ട് പറഞ്ഞു: ഇവനാണ് നീതിമാൻ. നമുക്കറിയാവുന്ന പാഠമാണ്. എന്നിട്ട് ഈശോ കൂട്ടിച്ചേർത്തു: തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു അടിത്തറയാണിത്. നമ്മളറിയാതെ ഒരു സെൽഫ് ഗ്ലോറിക്ക് സാധ്യതയുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഞാനൊരു സംഭവമാണ്. അങ്ങനെ ഒരു സെൽഫ് ഗ്ലോറി, ഈ അഹങ്കാരം, അഹന്ത, ഈ സെൽഫ് ഗ്ലോറി, ഈ ആത്മപ്രശംസ, ആത്മവിശ്വാസമല്ല, ആത്മപ്രശംസ. മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ പറയത്തില്ലേ, കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയണം ഞാനൊരു സംഭവമാണ്. അങ്ങനെ അറിയാതെ ആത്മപ്രശംസ ചെയ്ത് നമ്മൾ ഈ ദൈവനിഷേധത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 2094 ഖണ്ഡികയിൽ പഠിപ്പിക്കുന്നുണ്ട്: ആത്മപ്രശംസ അഹന്ത ജനിപ്പിക്കും, അഹന്ത ജഡിക പാപത്തിലേക്ക് നയിക്കും, ജഡിക പാപം ദൈവനിഷേധത്തിൽ കൊണ്ടെത്തിക്കും. ഇങ്ങനൊരു അപകടമുണ്ട്. ഈ ആത്മപ്രശംസ, സെൽഫ് ഗ്ലോറി. ഈ വിശുദ്ധ ജോൺ ക്ലിമാക്കൂസ് എന്ന് പറയുന്നൊരു സഭാപിതാവുണ്ട്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് ദിവ്യാരോഹണത്തിൻ്റെ ഗോവേണി. അദ്ദേഹം പഠിപ്പിക്കുന്ന ഇതാണ്: ഒരാളെ ദൈവനിഷേധിയാക്കാൻ പിശാച് ചെയ്യുന്ന ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഈ സെൽഫ് ഗ്ലോറിയാണ്. ഒരാളെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ, സഭയിൽ നിന്ന് അകറ്റാൻ, പൗരോഹിത്യ വിരോധം, ദൈവനിഷേധം, കൂദാശ വിരോധം, ഇതൊക്കെ ഉണ്ടാക്കാനുള്ള പിശാചിൻ്റെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഈ സെൽഫ് ഗ്ലോറി. അറിയാതെ എന്നെ ശ്രദ്ധിച്ചോണേ, എനിക്കിങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, ഞാനിങ്ങനെയൊക്കെയാണ്, ഇങ്ങനൊരു സെൽഫ് ഗ്ലോറി ഉണ്ടാക്കും. ഞാൻ ഒരു സംഭവമാണ്, ഞാനിങ്ങനെ പറ്റത്തുള്ളൂ, എൻ്റെ ജീവിതം ഇതാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടാൽ മതി, ഇതെൻ്റെയാണ്. ഇങ്ങനെയൊക്കെ ഒരു സെൽഫ് ഗ്ലോറി വരും. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായം 16-ാം വാക്യം, യാക്കോബിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഈ സെൽഫ് ഗ്ലോറിയെക്കുറിച്ച് പറയുന്നുണ്ട്. 4:16 വാക്യം: നിങ്ങളോ ഇപ്പോൾ വ്യർത്ഥ ഭാഷണത്താൽ ആത്മപ്രശംസ ചെയ്യുന്നു. ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ്. ആത്മപ്രശംസ തിന്മയാണ്. അതായത് നമ്മളെ തന്നെ ഉയർത്തുക, പ്രൊജക്റ്റ് ചെയ്യുക. ഞാനെന്തോ സംഭവമാണെന്ന് അറിയാതെ എൻ്റെ മനസ്സിൽ വരും. അപ്പോൾ ഈ പ്രസംഗമൊക്കെ പറയുമ്പോഴും അറിയാതെ നമ്മുടെ ചിന്ത പോകുന്നത് ഇത് അവനിട്ടാണ്, അവക്കിട്ടാണ്. ഞാനിത് പറയുമ്പോഴും ഞാനിങ്ങനെ പറയുന്നത് ളാഹ വഴി, പെരുന്നാട് വഴി, ചന്ദനപ്പള്ളി വഴി, തുമ്പോൺ വഴിയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് എൻ്റെ മനസ്സ്. ഞാനിരുന്ന പള്ളികളാണേ. അപ്പോൾ അറിയാതെ എൻ്റെ മനസ്സിലും ഇവരെക്കുറിച്ചാണ് ഞാനിതെല്ലാം പറയുന്നത്. അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോഴും എന്ത് കാര്യം, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവളൂടെ വേണമായിരുന്നു ഇത് കേൾക്കാൻ, അവനൂടെ വേണമായിരുന്നു ഇത്, അവനാ ഇത് കേൾക്കണ്ടേ. ഇങ്ങനൊരു ചിന്ത വരുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സെൽഫ് ഗ്ലോറിയിൽ നിന്ന് അഹന്തയിലേക്ക് മാറി എന്നുള്ള അഹങ്കാരം. എന്താ അഹങ്കാരം? ഏതൊന്നിനാൽ നമ്മൾ ഉലയുന്നോ അതാണ് നമ്മുടെ അഹങ്കാരം. ഉദാഹരണത്തിന് നമ്മളുടെ അറിവിൻ്റെ അഹന്ത,
ആളുകൾ പറയും നീ ഒരു പൊട്ടനാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഉറക്കമില്ല. ഇമേജിൻ്റെ ഒരു അഹന്തയുണ്ട്, സൽപ്പേര്. ചിലരെ സംബന്ധിച്ചിടത്തോളം എല്ലാം സഹിക്കും, പക്ഷേ പേരിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, നമ്മൾ കെട്ടിപ്പൊക്കിയ ഒരു ഇമേജുണ്ട്, അതിനെതിരെ ആര് എന്നൊന്ന് പറഞ്ഞാൽ പിന്നെ ഉറക്കമില്ല, നമ്മൾ ക്ഷീണമായി, നമ്മൾ ഉലഞ്ഞു പോകും. അപ്പം ഇങ്ങനെ ഏതൊന്നിനാണ് നമ്മൾ ഉലയുന്നത്, അതാണ് നമ്മുടെ അഹന്ത. നമ്മളെല്ലാം ഓരോ തരം അഹന്തകൾ കൊണ്ട് നടക്കുന്നവരാണ്. ഞാനും നാഴി, നീയും നാഴി, ഏത് നാഴിക്കകത്ത് കയറും. എല്ലാം ഇങ്ങനെ ഈ ഒരു ഈഗോയിൽ ഇങ്ങനെ നടക്കുമ്പോൾ അത് ഈ ആത്മപ്രശംസയിൽ നിന്നുണ്ടായതാണ്. ഈ അഹന്ത ജഡപാപങ്ങളിലേക്ക് നമ്മളെ നയിക്കുകയും നമ്മൾ ദൈവത്തെ അവസാനം നിഷേധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, മൊണ്ടാനോസ് എന്ന് പറയുന്ന ഒരു സഭാപിതാവുണ്ടായിരുന്നു. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആദിമ സഭയുടെ ചൈതന്യമൊക്കെ ഉൾക്കൊണ്ട് ജീവിച്ച് അനേകം അത്ഭുതങ്ങൾ വരെ ചെയ്ത ഒരു പിതാവാണ് മൊണ്ടാനോസ്. അദ്ദേഹം മരിക്കുന്നത് ദൈവനിഷേധകനായിട്ടാണ്. അത്ഭുതങ്ങൾ ചെയ്ത ഒരു പിതാവാണ്, പക്ഷെ ദൈവനിഷേധകനായിട്ട് മരിക്കുന്നു. കാരണം അഹന്ത, സെൽഫ് ഗ്ലോറി ക്രമേണ അഹന്തയിലേക്ക് നയിച്ചു. അഹന്ത ജഡപാപത്തിലേക്കും പിന്നീട് ദൈവനിഷേധത്തിലേക്കും നയിക്കും. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷ്മതയോടെ പിശാച് തരുന്ന പണിയാണ്. ഞാൻ എന്തോ സംഭവമാണെന്ന് അങ്ങ് തോന്നിപ്പിക്കും. പിന്നെ ഞാൻ പറയുന്നത് മുഴുവൻ ആളുകൾ കേട്ടോണം. ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് മിണ്ടാതെ എവിടെയെങ്കിലും പോയിരുന്നോണം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ അഹന്തയുടെ ലക്ഷണങ്ങൾ? 3-4 ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്താം. ഒന്ന്, തിരുത്തലുകൾ, കറക്ഷൻസ് പറയുമ്പോൾ എനിക്കിതേ പറ്റൂ, ഞാനിങ്ങനെ ആയിപ്പോയി എന്നൊക്കെ വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ അഹന്തയുണ്ട്. ഈ അഹന്ത നമ്മളെ ജഡപാപത്തിലേക്കും ജഡികപാപ അവസാനം ദൈവനിഷേധത്തിലേക്ക് നയിക്കും. ദൈവം വേണ്ടാന്ന് വെക്കും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ബിഷപ്പിൻ്റെ സംഭവം കൂടെ ഞങ്ങളിങ്ങനെ കേൾക്കാറുണ്ട്. സാംബിയയിലെ ഒരു ബിഷപ്പാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഇമ്മാനുവൽ മെലിങ്കോ എന്നാണ്. അദ്ദേഹം 67-ാമത്തെ വയസ്സിൽ ഒരു കൊറിയക്കാരിയെ കല്യാണം കഴിച്ചു. കർദിനാൾ റാറ്റ്സിംഗറിൻ്റെ കൂടെ, അതായത് ബെനഡിക്റ്റ് 16-ാം മാർപ്പാപ്പയുടെ കൂടെ ഒക്കെ വിശ്വാസ തിരുസംഘത്തിൽ ഈ ബിഷപ്പ് കർദിനാൾ വളരെ ശക്തിയോടെ സഭയ്ക്ക് വേണ്ടി നിലകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ സഭയുടെ പിതാക്കന്മാർ മാർപ്പാപ്പൊക്കെ വിളിച്ചു തിരുത്തിയിട്ട് പറഞ്ഞോ, ഇങ്ങനൊരു റിലേഷനിൽ പോകാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ എം എ ബിഷപ്പ്, ശരിയും തെറ്റുമൊക്കെ എനിക്കറിയാവുന്നേ. അദ്ദേഹം പറഞ്ഞാണ്. അവസാനം അദ്ദേഹം പോയി കുഴിച്ചാടി. ആര് തിരുത്തലുകൾ സമ്മതിക്കുകയില്ല. നമ്മളത് നിഷേധിച്ചാൽ വീണിരിക്കും കുഴിയിൽ. അപ്പം തിരുത്തലുകൾ നമ്മൾ നിഷേധിക്കരുത്, തിരുത്തലുകൾ സ്വീകരിക്കുക. കണ്ണും പൂട്ടി ശരി സമ്മതിക്കുന്നു. എളിമപ്പെടാനായിട്ട്. രണ്ടാമത്തെ ഇതാണ്, എളിമപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അഹന്ത ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? നമുക്ക് എളിമപ്പെടാൻ, എൻ്റെ ലെവൽ വെച്ച് എനിക്കിങ്ങനൊന്നും സ്തുതിക്കാൻ പറ്റത്തില്ല, എൻ്റെ ലെവൽ വെച്ച് എനിക്ക് കൈകൊട്ടാൻ പറ്റുകയില്ല, എൻ്റെ ഒരു ലെവൽ വെച്ച് എനിക്കിങ്ങനൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റും, എൻ്റെ ഒരു ലെവൽ വെച്ച് എനിക്കിങ്ങനൊക്കെ. എൻ്റെ അർത്ഥം എളിമപ്പെടാൻ പറ്റുകയില്ല. അങ്ങനൊരു മനോഭാവം ഉണ്ടോ? അതൊക്കെ അവർക്ക് പറഞ്ഞിട്ടുള്ള, എനിക്കിതൊന്നും പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ അഹന്തയുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. മൂന്നാമത്തത്, യോജിക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കും. ഇതാണ് ഈ അഹന്തയുള്ളതിൻ്റെ. ചിലരുടെ കാര്യാഭിപ്രായം നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുന്നത്, എല്ലാവരെയും ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുന്നത്. പെട്ടെന്ന് നമ്മൾ 2-3 പടലകൾ ഗ്രൂപ്പായി. ഈ അയൽപക്കക്കാരുമായിട്ട് മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ, ഈ സഹോദരനുമായിട്ട് മാത്രമേ പറ്റൂ, സഹോദരിയുമായിട്ട് പറ്റും, പറ്റത്തില്ല. അമ്മാവിയും അമ്മാച്ചനും പോട്ടെ, അളിയനും കുഴപ്പമില്ല. ഇങ്ങനെ ഗ്രൂപ്പുകളായി മാറും. ഇതാണ് 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം പറയുന്നുണ്ട്.
ആരെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുകയോ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ്. അതായത് ദൈവഭക്തിക്ക് ചേർന്ന വിധം, പ്രബോധനങ്ങൾക്ക് ചേർന്ന വിധം, കർത്താവായ യേശുവിൻ്റെ യഥാർത്ഥ വചനങ്ങളോടൊക്കെ ചേർന്ന വിധം യോജിച്ചു പോകാൻ പറ്റാതായാൽ അവൻ അഹങ്കാരിയാണ്. യോജിപ്പില്ല, പെട്ടെന്ന് പടലപ്പെടണം, ഭിന്നത ഉണ്ടാകും, പെട്ടെന്ന് അകന്ന് മാറും, വഴക്കുണ്ടാക്കി തെന്നി മാറും, പിന്നെ മിണ്ടാതെ നടക്കും, പിന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കി, പിന്നെ അല്ലെ സ്വന്തമായിട്ട് അങ്ങ് നടക്കും, ഐക്യം നഷ്ടപ്പെടും. അവനെക്കുറിച്ച് പറഞ്ഞാൽ അവൻ അഹങ്കാരിയാണ്, അഹന്തയുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. യോജിക്കാൻ പറ്റില്ല. മറ്റൊന്ന്, പ്രഭാഷകൻ്റെ പുസ്തകം 11:30 പറയുന്നുണ്ട്, എപ്പോഴും മറ്റുള്ളവരുടെ ദൗർബല്യങ്ങൾ നോക്കിക്കാണും. കൂട്ടിൽ അടച്ച പക്ഷിയെപ്പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്, ചാരനെ പോലെ അവൻ നിന്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു. ഇവിടെ ഇരിക്കുന്ന പ്രസാദിച്ചാൻ ഇങ്ങനെ നല്ല മുണ്ട് ഉടുപ്പൊക്കെ എടുത്ത് നോക്കുന്നില്ല, നല്ല സിമ്പിളനായിട്ട് വന്നിരിക്കാം. അപ്പോൾ ഇത് മുണ്ടൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെയാണ് അവർ മുണ്ടെടുക്കേണ്ടത്. അറിയാതെ എൻ്റെ നോട്ടം അതിൻ്റെ കുറവിലേക്കാണ്. പണ്ടൊരു പട്ടി അതിങ്ങനെ അതിനെ എടുത്ത് ഇങ്ങനെ വെള്ളത്തിലെറിയും, സ്വിമ്മിങ് പൂളിൽ, ഉടനെ അത് നീന്തി വരും. പിന്നെ അതിനെ കടലിലെടുത്തെറിയും, അപ്പോഴും നീന്തി വരും. അപ്പോൾ യജമാനൻ പറയും, കണ്ടോ എൻ്റെ പട്ടിയുടെ കഴിവ്. അപ്പോൾ ഒരാൾ പറയണം, പട്ടിയില്ലേ, അല്ലെങ്കിൽ ഇത് 4 കാലിലേ നീന്തത്തുള്ളൂ എന്ന് എനിക്കറിയാം, 2 കാലിൽ നീന്താൻ അതിനറിയാവോ? എത്ര നന്നായിട്ട് കാര്യങ്ങൾ ചെയ്താലും ഒരു കുറവ് അങ്ങോട്ട് കണ്ടുപിടിക്കും. ദൗർബല്യങ്ങൾ മാത്രം കാണുക. മനസ്സിൽ നിന്ന് എപ്പോഴും നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളിതേ അവിടെ നിന്ന് കാര്യം പറയണം, നല്ലതല്ലേ? മുതിർന്നവർ കാര്യം പറയുന്നത് നല്ലതല്ല, ആ നന്മ കാണാൻ പറ്റും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിങ്ങൾ കാര്യം, അത് നന്മയാണ്, അത് നല്ലതാണെന്ന് കാണാൻ പറ്റും. എല്ലാത്തിലും നന്മയുണ്ട്. ഒരാളെ നോക്കിയിട്ട് പറയാം, നന്നായിരിക്കുന്ന കേട്ടോ, ഇത് പറയാൻ പറ്റുന്നതാണ് എളിമയുടെ അടയാളം. ഇവരെയൊക്കെ കണ്ടിട്ട്, ഓ ഇപ്പോഴാ വരുന്നേ, മണി 9 എന്ന് പറഞ്ഞാൽ, എടാ അതുങ്ങൾ വരുന്നത് അങ്ങ് റാന്നിന്നായിരിക്കും, അതുങ്ങൾ വരുന്നത് അങ്ങ് പുല്ലാട്ട് കുമ്പനാട്ടും. ഞാനിവിടുന്ന് രാവിലെ എഴുന്നേറ്റും 10 അടി ഇങ്ങോട്ട് നടന്നാൽ മതി. ഇതുങ്ങൾ പിള്ളേരെ പൊക്കിയെടുത്ത് റെഡിയാക്കി കുളിപ്പിച്ച്, അതിലൊരു നന്മയാണ്. അതാണ് ബലി. എന്നിട്ടും വന്നില്ലേ? അൻപുടെ എൻ്റെ സമയത്താണേലും വന്നിട്ടില്ലേ? അതാണ് ബലി എന്ന് പറയുന്നത്. അതിൽ നന്മ കാണാൻ പറ്റുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം അതാണ് അഹന്തയില്ലാത്തൊരു മനസ്സിന്. അഹന്തയുണ്ടെങ്കിൽ കൂട്ടിലടച്ച പക്ഷിയെപ്പോലെ അഹങ്കാരിയുടെ മനസ്സ് നിന്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കും. എപ്പോഴും ഇങ്ങനെ കുറവ് കണ്ടു. മറ്റുള്ളവരെ നോക്കി ഓണക്കോടിയൊക്കെ ഇട്ടുകൊണ്ട് വരും അല്ലേ, നോക്കി കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ടല്ലോ ഇന്നത്തെ ഡ്രസ്സ് എന്നൊക്കെ ഒന്ന് പറഞ്ഞ ഒന്നും നഷ്ടപ്പെടാനില്ല. ഇത് പറയുകയല്ല, മറ്റുള്ളവരുടെ നന്മകൾ കാണാനും അവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും കൊള്ളാം എന്ന് പറയാനും മറ്റൊന്നൊക്കെ ഒന്ന് ചിരിക്കാൻ, ഇളിക്കല്ലേ ചിരിക്കാനുമൊക്കെ പറ്റുന്നതാണ് എളിമയുടെ അടയാളം. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് വെച്ചാൽ, ഈ പരിഹാസം, ദൂഷണം ഒക്കെ അങ്ങ് പോകും. അഹന്തയുണ്ടെങ്കിൽ നമ്മൾ ഈ കളിയാക്കലം കുറയും. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം 27:28 പറയുന്നത്. പ്രഭാഷകൻ 27:28 പറയും, അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു. ചുമ്മാ അങ്ങ് കളിയാകും. ചെറിയ കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് മറ്റുള്ളവർക്ക് ഇതങ്ങ് മടുപ്പായി, എന്നാലും ചുമ്മാ ഒരു നല്ല വാക്ക് പറയത്തില്ല, ചുമ്മാ അങ്ങ് കളിയാക്കുക, ചുമ്മാ അങ്ങ് പരിഹസിക്കുക. ഇവിടെ അപ്പം ഈ സെൽഫ് ഗ്ലോറി, ആത്മപ്രശംസ അഹന്ത ജനിപ്പിക്കും. അഹന്ത
ജഡിക പാപത്തിലേക്ക് കൊണ്ടുപോകും. ജഡിക പാപം അവസാനം ദൈവനിഷേധത്തിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് ഈശോ ഇന്നത്തെ വചനത്തെ പറഞ്ഞ് തന്നെ താഴ്ത്തണം. അതിനുള്ള വഴിയെന്ന് പറയുന്നത് ദൈവത്തിന് നന്ദി പറയുക. എല്ലാം ദൈവദാനമാണെന്ന് ഓർത്ത് കർത്താവേ നന്ദി, മഹത്വം നിനക്ക്, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം. ഇതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ താപസരായിട്ടുള്ള മരുഭൂമി പിതാക്കന്മാരെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി, എന്തെല്ലാം കഴിവുള്ളവരായിരുന്നു അറിയാം. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുക്കണം, അവരുടെ ടൈം ടേബിൾ അനുസരിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ പിതാക്കന്മാരെ കുർബാനകളിൽ ഓർക്കണം, അവരുടെ ജീവിതചര്യ, അവരുടെ ലൈഫ് ടൈം ടേബിൾ, അവരെങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എളിമ നമുക്കുണ്ടാകട്ടെ. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. അതുകൊണ്ട് സെൽഫ് ഗ്ലോറി അറിയാതെ ഞാനൊരു സംഭവമാണ്, ഞാനൊരു സംഭവമാണെന്നറിയാതെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, എനിക്ക് അംഗീകാരം തരണം, എനിക്ക് സ്ഥാനചിന്ത തരണം, എനിക്ക് പദവി ചിന്തയുണ്ട്, എന്നെ മാനിക്കണം, ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് അച്ഛൻ എനിക്ക് മാത്രം നന്ദി പറഞ്ഞില്ല, ബാക്കി ഇങ്ങനെയൊക്കെ ആളുകളുടെ മനസ്സിൽ തോന്നിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രമേണ ഈ സെൽഫ് ഗ്ലോറി അഹങ്കാരമാകും. അഹങ്കാരം ജഡിക പാപത്തിലേക്കും, ജഡിക പാപം ദൈവനിഷേധത്തിലേക്കും, നിരീശ്വര ചിന്തയിലേക്കും നമ്മളെ നയിക്കും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കുകയും നമ്മളെ തന്നെ ആത്മശോധന ചെയ്തുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും.